തെരുവ് നായ്ക്കൾ മനുഷ്യരുടെ ജീവനും സ്വൈര ജീവിതത്തിനും ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. കേരളത്തിൽ ഉൾപ്പെടെ നായ്ക്കളുടെ ആക്രമണത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ട നിരവധി കുട്ടികളും വൃദ്ധരുമുണ്ട്. തെരുവ് നായ ശല്യം തടയാൻ കടുത്ത നടപടികൾ വേണമെന്ന ആവശ്യം നിരന്തരം ഉയരാറുണ്ട്. എന്നാൽ ശല്യം തടയാൻ നായ്ക്കളെ പിടികൂടി കൊല്ലുന്നതിനെ മൃഗസ്നേഹികൾ ശക്തമായി എതിർക്കുന്നുമുണ്ട്. ഇത്തരം തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടലുണ്ടായിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാരുകൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. പൗരന്മാർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശത്തെ മുൻനിർത്തി കോടതി പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ? അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC ചട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും തെരുവുകളെ ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നതാണ് തെരുവ് നായ ശല്യം. പ്രായമായവരും കുട്ടികളും അടക്കമുള്ളവർ നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നു. തെരുവുകളിൽ ഭക്ഷണം വിളമ്പുന്നതിൽ മാത്രം മൃഗസ്നേഹം ഒതുങ്ങുമ്പോൾ ചട്ടങ്ങൾ അവഗണിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഒടുവിൽ ഡൽഹിയിൽ ഒരു 6 വയസ്സുകാരി തെരുവ് നായ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചു. ഈ സംഭവത്തിലാണ് സുപ്രീം കോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. നേരത്തെ നായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നതടക്കമുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ മൃഗസ്നേഹികളും NGOകളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ മാസങ്ങളോളം വാദം കേട്ട ശേഷം 2025 നവംബറിൽ കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് തിരുത്തണമെന്ന മൃഗസ്നേഹികളുടെയും NGOകളുടെയും ഹർജികൾ കഴിഞ്ഞ ദിവസം കോടതി തള്ളി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തിരമായി മാറ്റണമെന്നാണ് കോടതി നിർദ്ദേശം. ഇവയെ വന്ധ്യംകരിച്ചും വാക്സിനേഷൻ നൽകിയും പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നാണ് ഉത്തരവ്. ഇതുവരെ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം മാരക രോഗങ്ങളുള്ള തെരുവ് നായ്ക്കളെ മാത്രമേ ദയാവധത്തിന് ഇരയാക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ വിധിയിലൂടെ കോടതി ഇതിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആക്രമണകാരികളായ മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാൻ കോടതി അനുമതി നൽകുകയാണ്. എന്നാൽ ഇത് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിനും ABC ചട്ടങ്ങൾക്കും വിധേയമായി യോഗ്യതയുള്ള വെറ്റിനറി വിദഗ്ധരുടെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നടപ്പാക്കാവൂ എന്നും കോടതി നിഷ്കർഷിക്കുന്നുണ്ട്. 2001 മുതൽ രാജ്യത്ത് നിലവിലുള്ള അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ കാണിച്ച വീഴ്ചയാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കാൻ കാരണം. കുട്ടികളും പ്രായമായവരും വിനോദസഞ്ചാരികളും അടക്കം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുമ്പോൾ സർക്കാരിന് നിഷ്ക്രിയരായി നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു അത്യാധുനിക ABC കേന്ദ്രമെങ്കിലും സ്ഥാപിക്കാനും വന്ധ്യംകരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനും സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ വിധിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വശം കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണമാണ്. പലപ്പോഴും തെരുവ് നായ്ക്കളെ പിടികൂടാൻ എത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ ചില മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്ന് അതിക്രമങ്ങളും കേസടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇനി മുതൽ കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് നായ്ക്കളെ പിടികൂടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികളോ FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ അവരുടെ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി കേസെടുക്കാനാകൂ. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹൈക്കോടതികളോട് സ്വമേധയാ കേസെടുത്ത് നിരീക്ഷണം നടത്താനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശത്തിനും തുല്യ പ്രാധാന്യമുണ്ടെന്ന് അടിവരയിടുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. ഭരണഘടനാ അനുച്ഛേദം 21 പ്രകാരം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൽ സുരക്ഷിതമായി പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശവുമുണ്ടെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നത്. ജീവികളോട് അനുകമ്പ കാണിക്കാൻ പൗരന്മാരോട് ആവശ്യപ്പെടുന്ന ഭരണഘടനയുടെ 51-ാം അനുച്ഛേദം ചൂണ്ടിക്കാട്ടിയായിരുന്നു മൃഗസ്നേഹികൾ കോടതിയിൽ വാദിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ ജീവനും സ്വസ്ഥതയ്ക്കും നായസ്നേഹം തടസ്സമാകരുത് എന്നാണ് സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തുന്നത്.